invited guests in the auditorium who do not follow Malayalam will pardon me for indulging in Malayalam on this occasion, because most people sitting before me and on the stage also are Malayalam speaking people. So it will sound a little odd if I try to talk in English. So please pardon me, I will tell you in secret what I said later. This has been നമുക്ക് ഒരു ഫെസ്റ്റിവല്, ഇവിടെ ഇന്റർനാഷണൽ ഫെസ്റ്റിവൽ തിരുവനന്തപുരത്ത് ഒന്ന് ചോദിച്ചും വരവുണ്ടായിരുന്നു. കേരളത്തിലോ ഇന്റർനാഷണൽ ഫെസ്റ്റിവൽ ഇത്രയും ചെറിയൊരു സംസ്ഥാനത്തിന് അതിന്റെ പ്രസക്തി എന്താണ് എന്നൊക്കെ അതിശയിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അവരെല്ലാം അതിശയിപ്പിച്ചുകൊണ്ടാണ് തിരുവനന്തപുരത്തെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഈ 30ാം എഡിഷനിൽ എത്തി നിൽക്കുന്ന ഫെസ്റ്റിവൽ എല്ലാ രീതിയിലും അതിന്റെ സംഘാടനത്തിലും അത് അവതരിപ്പിക്കുന്ന പരിപാടികളുടെ നിലവാരത്തിലും ഒക്കെ തന്നെ ഒന്നാം തരത്തിൽപ്പെടുന്ന ഒരു ഫെസ്റ്റിവലായിട്ട് വരുന്നു. ഇന്ത്യയിൽ തന്നെ ഇപ്പോൾ 3-4 ഫിലിം ഫെസ്റ്റിവലുകൾ വലുതായി വലിയ നിലയിൽ അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. അവയിലെല്ലാം തന്നെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ, ഗോവ ഉൾപ്പെടെയുള്ള ഫെസ്റ്റിവലുകൾ മൊത്തം താരതമ്യപ്പെടുത്തിയാൽ തീർച്ചയായും കേരളത്തിലെ ഈ ഫിലിം ഫെസ്റ്റിവൽ ഏറ്റവും മുമ്പിൽ തന്നെ നിൽക്കുന്നു. ഇത് നമുക്കെല്ലാം അഭിമാനമുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ കേരളത്തിലെ ഫിലിം സൊസൈറ്റി പ്രസ്ഥാനമാണ് ഇങ്ങനെ ഒരു ഫിലിം ഫെസ്റ്റിവൽ ആരംഭിക്കാനും അതിന് കാഴ്ചക്കാരെ എത്തുമെന്ന് പ്രതീക്ഷിക്കാനും ഒക്കെ കാരണമാക്കിയത്. ഇത് വളരെ ചെറുതായിട്ട് തുടങ്ങി വളരെ വലുതായ ഒരു ഫിലിം ഫെസ്റ്റിവലാണ്. പക്ഷെ നമുക്കൊരു കാരണവശാലും ഈ ഫെസ്റ്റിവലിൽ കാൻ, ബെർലിൻ, വെനീസ് എന്നൊക്കെ പറയുന്ന ഫെസ്റ്റിവലുകളായിട്ട് യാതൊരു മത്സരവുമില്ല, അതുപോലെ ആകാനുള്ള ശ്രമവുമില്ല. അത് ചെയ്യാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഈ ഫിലിം ഫെസ്റ്റിവല് നമ്മുടെ പുതുതായി ഈ രംഗത്തേക്ക് വരുന്ന ചലച്ചിത്ര പ്രവർത്തകരാകാൻ ആഗ്രഹിക്കുന്നവർക്ക് മാർഗദർശനവും അവർക്ക് അന്തർദേശീയ തലത്തിലുള്ള സിനിമയെ പറ്റി അറിയാനും അടുത്തറിയാനും അതിനെപ്പറ്റിയൊക്കെ സംസാരിക്കാനും ചിന്തിക്കാനും ഒക്കെ ഉള്ള അവസരം കൊടുക്കുന്ന ഒരു മേളയാണ്. അപ്പൊ നമ്മുടെ സ്ഥാനം കൃത്യമായിട്ട് നമ്മൾ ആദ്യം അടയാളപ്പെടുത്തണം എന്ന് മാത്രമല്ല, എനിക്ക് പലപ്പോഴും ഞാനിതിന്റെ പ്രധാനപ്പെട്ട സംഘാടകരോട് ഞാൻ പറയാറുള്ള ഒരു കാര്യം, നമുക്ക് ഇത്ര ചിത്രങ്ങൾ സംഖ്യയിൽ വളരെ വലിയ നമ്പർ ഇങ്ങനെ പറയുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. നമുക്ക് വളരെ പ്രധാനം ഒരു കാരണവശാലും ഒരു നിലവാരത്തിൽ നിന്ന് താഴേക്ക് പോകാത്ത സിനിമകൾ, അവരുടേതായുള്ള സിനിമകൾ ഒരു ഫിലിം ഫെസ്റ്റിവലിൽ കളിച്ചിട്ട് കാര്യമില്ല. ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ചിത്രങ്ങൾ തന്നെ ഈ ഫെസ്റ്റിവലിൽ കാണിക്കണം. അതിന് നമുക്ക് കൂടുതൽ തവണ ഒരുപാട് ആളുകൾ കൂടുതൽ വന്നു കഴിഞ്ഞാൽ കൂടുതൽ തവണ അത് തന്നെ പ്രദർശിപ്പിക്കുക. കാരണം ഏതൊരു പ്രേക്ഷകരും ഇപ്പം ഫെസ്റ്റിവൽ നടക്കുന്ന തിയേറ്ററുകളിൽ ഏത് വേണമെങ്കിലും വലിയ തെരഞ്ഞെടുപ്പില്ലാതെ പോയിരുന്ന് കാണാനുള്ള അവസരമാണ് ഉണ്ടാകേണ്ടത്. അത് ഏത് തിയേറ്ററിൽ പോയാലും തന്നെ ഔട്ട്സ്റ്റാൻഡിംഗ് ഫിലിമായിരിക്കും അവർ കാണാൻ കഴിയുക എന്നുള്ള സ്ഥിതിയാണ് ഉണ്ടാകേണ്ടത്. കാരണം ഒരു വലിയ തെരഞ്ഞെടുപ്പ് നടത്താതെ പോയി സിനിമ കാണുന്ന പലരും അവരെ 2, 3, 4, 5 സിനിമ കാണുമ്പോഴത്തേക്ക് തളർന്നു പോകും. കാരണം അവരുടെ പ്രതീക്ഷയ്ക്ക് ഒത്ത് ഉയരാത്ത സിനിമകളായിരിക്കും. അങ്ങനെ സംഭവിക്കാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ് നടത്തുന്നവരും ശരിക്കും ആദ്യമായി ക്യൂറേറ്റ് ചെയ്യുന്നവരും അതിനുശേഷം ഇവിടെ എത്തിക്കുന്ന സിനിമകൾ കണ്ട് വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തുന്നവരൊക്കെ ഓർമ്മിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഒരു ശരാശരി സിനിമ കാണിക്കാനുള്ള ഫെസ്റ്റിവൽ അല്ല. ശരാശരിക്ക് മുകളിൽ നിൽക്കുന്ന സിനിമകളാണ്. ഏതെങ്കിലും രീതിയിൽ പുതുമയുള്ള, ഏതെങ്കിലും രീതിയിൽ സാങ്കേതികമായും സൗന്ദര്യപരമായും പുതുമുഖ്യ കാര്യങ്ങൾ പറയുന്ന സിനിമകളാണ് നമ്മുടെ ആസ്വാദകർ പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ ഒരു നല്ലൊരു ശതമാനം ആസ്വാദകർ ഇപ്പോൾ പ്രത്യേകിച്ച് ഇന്റർനെറ്റും ജിമെയിലും അതും ഇതൊക്കെ വന്ന കാരണം ഒരുപാട് സിനിമകൾ അവർ അങ്ങനെ തന്നെ കാണുന്നുണ്ട്. അവരുടെ തന്നെ പേഴ്സണൽ കമ്പ്യൂട്ടറിലും ഒക്കെ ആയിട്ട് പലപ്പോഴും അവർ കാണുന്നുണ്ട്. അവർക്കങ്ങനെ ഒരു ശതമാനം ആളുകൾ കുറച്ചൊരു അവബോധം ഇതിനെപ്പറ്റി ഉള്ളവരാണ്. അവരെ നിരാശപ്പെടുത്താൻ പാടില്ല. നമ്മൾ പുതുതായിട്ട് രംഗത്ത് വരുന്നവരെയും ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവരെയും ഒക്കെ ഉത്തേജിപ്പിക്കത്തക്ക രീതിയിലുള്ള സിനിമകളാണ് ഉണ്ടാകേണ്ടത്.
ഇപ്പൊ ഈ കൊല്ലങ്ങൾ കഴിഞ്ഞ് ബന്ധപ്പെട്ടുണ്ടായ ഒരു വ്യത്യാസം ഞാൻ കാണുന്നത് ഈ ഫെസ്റ്റിവലിൽ ചെറുപ്പക്കാരുടെ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയൊക്കെ സാന്നിധ്യമാണ്, സജീവമായ സാന്നിധ്യമാണ്. അവരെല്ലാവരും കൂടെ ചേർന്ന് ഈ വേളയ്ക്ക് വലിയൊരു നിറവാണ്, വലിയൊരു ഉത്സാഹമാണ്, വലിയൊരു ജീവനാണ് സമ്പാദിച്ചു കൊടുത്തിട്ടുള്ളത്. ഇത് നിലനിർത്താൻ കഴിയുക എന്നുള്ളത് വളരെ വളരെ പ്രധാനമാണ്. ശരിക്കും ഒരു ഉത്സവത്തിന്റെ വേദി സിനിമ കാണിക്കുക മാത്രമല്ല, ഉത്സവത്തിന്റെ ഒരു പ്രതീതി നമ്മളിലെല്ലാം ജനിപ്പിക്കാൻ കഴിയുന്നുണ്ട് ഈ കേരളയ്ക്ക് എന്നുള്ളത് തന്നെ വലിയൊരു അനുഗ്രഹമാണ്. ഇത് തുടർന്നും നമുക്ക് ഉണ്ടാകണം. തുടർന്നും പക്ഷേ കൂടുതൽ കാര്യങ്ങൾ ഏതെങ്കിലും വിഷയത്തിൽ നമുക്ക് കുറവുണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ പരിഹരിക്കാൻ കഴിയണം. എല്ലാവരും നമ്മുടെ സിനിമ ഫെസ്റ്റിവൽ എന്ന നിലയിലുള്ള ഒരു അഭിമാനം ഈ ഫെസ്റ്റിവലിനെ പറ്റി പുലർത്തുന്നുണ്ട്. അത് തുടർന്ന് ഉണ്ടാകണം എന്ന് ഞാൻ ഈ അവസരത്തിൽ എൻ്റെ എല്ലാ സുഹൃത്തുക്കളോടും ഓർമ്മിപ്പിക്കുകയാണ്. നമസ്കാരം.